സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വെളിപ്പാട് പുസ്തകം അധ്യായം 2 വാക്യം 4. എങ്കിലും നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വെളിപ്പാട് പുസ്തകം 2:4 എഫേസോസ് എന്ന പ്രദേശത്തിലെ സഭയ്ക്ക് ആ സഭയുടെ ഗുണഗണങ്ങൾക്കൊപ്പം ആ സഭയിലെ കുറവ് കൂടി അഥവാ കുറ്റം കൂടി വെളിപ്പെടുത്തുകയാണ്. നാം ഒരു മനുഷ്യനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പലപ്പോഴും ഏറ്റവും കൂടുതൽ ആ വ്യക്തിയുടെ ദോഷങ്ങളായിരിക്കും വെളിപ്പെടുത്തുക. എന്നാൽ ഇവിടെ ദൈവം നമുക്ക് നൽകുന്ന ഒരു പാഠം, ഒരു വ്യക്തിയെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഗുണഗണങ്ങളാണ് ആദ്യം പ്രകീർത്തിക്കേണ്ടത് അഥവാ പ്രശംസിക്കേണ്ടത് എന്നാണ്. എഫേസോസ് സഭയെക്കുറിച്ച് ഇവിടെ കർത്താവ് സംസാരിക്കുകയാണ്. ഈ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ഭാഗത്ത് വളരെയധികം ഗുണഗണങ്ങൾ ആ സഭയെക്കുറിച്ച് കർത്താവ് പ്രകീർത്തിക്കുന്നു. ഇതിന് മധ്യയാണ് വെളിപ്പാട് 2:4 ഒരു കുറ്റം വെളിപ്പെടുത്തുന്നത്. ഒരേ ഒരു കുറ്റം, അത് ആ സഭ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കേണ്ട ഒരു അത്യാവശ്യ കാര്യമാണ് ആദ്യ സ്നേഹം. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ട ദൈവസഭയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ആദ്യമുണ്ടായിരുന്ന ദൈവസ്നേഹം, ആദ്യമുണ്ടായിരുന്ന പ്രാർത്ഥന, ആദ്യമുണ്ടായിരുന്ന ആരാധനാപ്രിയം, ആദ്യമൊക്കെ ഉണ്ടായിരുന്ന കൂട്ടായ്മകൾ, ആദ്യമുണ്ടായിരുന്ന തീഷ്ണത, ആദ്യമുണ്ടായിരുന്ന വചനത്തോടുള്ള പ്രിയം, ഇതെല്ലാം ചേർത്ത് ആദ്യ സ്നേഹമെന്ന് പറയാം. ദൈവത്തോടുണ്ടായിരുന്ന ആദ്യ സ്നേഹം. ഇത് നഷ്ടപ്പെട്ടതല്ലേ ഇന്ന് വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും സഭകൾക്കും സംഭവിച്ചിരിക്കുന്ന ക്ഷതം? അതുകൊണ്ട് തന്നെ എന്തെല്ലാം പ്രശ്നങ്ങൾ. എന്താണ് പരിഹാരമാർഗം? വളരെ വ്യക്തമായി തൊട്ടടുത്ത വചനത്തിൽ പറയുന്നു. വെളിപ്പാട് 2:5 നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഇവിടെ അനുതാപത്തിനും യഥാസ്ഥാനപ്പെടലിനും വിളിക്കുകയാണ്. നഷ്ടപ്പെട്ട ദൈവസ്നേഹം വീണ്ടെടുത്തുകൊണ്ട് ഒരു രൂപാന്തരം, അത് അനുതാപത്തിലൂടെ ഒരു യഥാസ്ഥാനപ്പെടൽ, ഇതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ ആദ്യ സ്നേഹത്തിലേക്ക് നാം തിരിച്ചു വരുമ്പോൾ ദൈവം നമുക്ക് വളരെയധികം നന്മകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആദ്യ സ്നേഹത്തിൽ തിരിച്ചു വന്ന് യഥാസ്ഥാനപ്പെടുന്നവർക്ക് ആദ്യമായി പറഞ്ഞിരിക്കുന്നത് ഈ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്കുകളിൽ അവർ ജയിക്കുന്നവർ എന്നാണ്. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടവർ പരാജയപ്പെട്ടവരാണ്.
എന്നാൽ ആദ്യ സ്നേഹത്തിൽ നിലനിൽക്കുന്നവർ ജയിക്കുന്നവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജയിക്കുന്നവന് നൽകുന്ന നന്മകളെക്കുറിച്ച് ഇവിടെ വിവരിക്കുമ്പോൾ ആദ്യ സ്നേഹത്തിലേക്കുള്ള തിരിച്ചുവരവ് ജയത്തിൻ്റെ മുന്നോടിയാണ്. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കുമെന്ന് പറഞ്ഞാണ് എഫേസോസ് സഭയ്ക്കുള്ള ദൂത് അവസാനിപ്പിക്കുന്നത്. ആദം ഹവ്വ ദമ്പതികൾക്ക് വിലക്കപ്പെട്ട ജീവവൃക്ഷം, ആ ജീവവൃക്ഷത്തിൻ്റെ ഫലം അത് ഇതാ ജയിക്കുന്ന വ്യക്തിക്ക് തിരിച്ചു നൽകാമെന്നാണ് അരുളപ്പാട്. ഈ നന്മകൾ പ്രാപിപ്പാൻ ആദ്യ സ്നേഹത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ആമേൻ, ആമേൻ.